വളരെ ദൗർഭാഗ്യകരമാണ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാട്. കാരണം രണ്ടുപേരും മോഹൻലാലിൻ്റെയും അതോടൊപ്പം തന്നെ എമ്പുരാൻ ടീമിൻ്റെയും അവർ കാണിച്ച പക്വതയും പാകതയും പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഇല്ലാതെ വന്നിരിക്കുന്നു എന്നത് ഇവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനതയുടെ പ്രതിനിധികളാണോ അതോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും തീവ്രവാദികളുടെയും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരുടെയും പ്രതിനിധികളായിട്ടാണോ മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും ഇരിക്കുന്നത് എന്ന സന്ദേഹവും സംശയവും പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നതാണ്. മുഖ്യമന്ത്രി പറയുന്നു സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണോ സിനിമ കാണാൻ പോയത്? സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒറ്റ സ്വരത്തിൽ ഈ സിനിമ കാണാൻ കൊള്ളാവുന്നതല്ല, നിലവാരം താണതാണ്, അതിൻ്റെ ഇൻറ്റൻഷൻ വളരെ അപകടകരമാണ്, അത് സാമൂഹ്യ സ്പർദ്ധയ്ക്കും അതോടൊപ്പം തന്നെ പഴയ കഥകളൊക്കെ ഓർമ്മിപ്പിച്ച് വളരെ സമാധാനപരമായിട്ട് പോകുന്ന ഒരു നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞത് ഹിന്ദുത്വ സംഘടനകളോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ല. മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും കേരളത്തിലെ സിനിമാ പ്രേമികളും ആ സിനിമ കണ്ടതിന് ശേഷം അവരുടേതായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. ഇപ്പോൾ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായിട്ട് ഡയറക്ടർക്ക് മാത്രമല്ല, പ്രൊഡ്യൂസർക്ക് മാത്രമല്ല, കാണുന്നവർക്കും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം സിനിമ കണ്ട പ്രേക്ഷകർ ആ സ്വാതന്ത്ര്യം എടുത്തപ്പോൾ അതിനെന്തിനാണ് കുറ്റപ്പെടുത്തുന്നു? ആ സ്വാതന്ത്ര്യം എടുത്ത് കേരളം മുഴുവൻ അത് ഏറ്റുപാടുകയും കേരളത്തിൽ മുഴുവൻ ആ സിനിമയ്ക്കെതിരായിട്ട് ആ സിനിമയുടെ കണ്ടൻറ്റിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ളൊരു വികാരം ഉയർന്നു വന്നു. ആ വികാരം ഉയർന്നു വന്നപ്പോൾ അത് മാനിച്ചുകൊണ്ട് എമ്പുരാൻ ടീം, മോഹൻലാൽ നേതൃത്വം നൽകുന്ന എമ്പുരാൻ ടീം, മോഹൻലാൽ സ്വയം മാപ്പ് പറയാൻ തയ്യാറാവുകയും എമ്പുരാൻ ടീം അതിൽ 17ഓളം ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു. അവർ അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ വരും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ പോസിറ്റീവായി പ്രതികരിച്ചതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അവർ കാണിച്ച പക്വത പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും വി ഡി സതീശനും ഇല്ലാതെ ഇത് ഇത്രയും അധപ്പതിച്ച വർഗീയ വിഷം തുപ്പുന്ന ആൾക്കാരായിട്ട് മുഖ്യമന്ത്രിയും പിണറായി വിജയൻ മാറിയത് അങ്ങേറ്റ സഹതാപാർഹമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.